മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് തന്നെ ഇവിടെ വന്നതിന് നമ്മുടെ ജെയിംസ് ബ്രദറിന് ഒരു നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ധ്യാനം കൂടുന്നത്. അപ്പോൾ എന്നെ 2 പ്രാവശ്യം മെസ്സേജ് അയച്ച് വിളിച്ചു. ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ വരുന്നില്ല, എനിക്ക് സമയമില്ല, പള്ളിപ്പണിയൊക്കെ നടക്കുന്നതിൻ്റെ പുറകെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞത്, ബ്രദർ ഒരു കാര്യം ചെയ്യും, ബൈബിൾ തുറന്ന് നോക്കിയിട്ട് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. ഞാൻ ബൈബിൾ എടുത്ത് തുറക്കുകയും പ്രഭാഷകൻ 1 സർവ്വജ്ഞാനവും ദൈവത്തിൻ്റെ തന്നെ. അപ്പോൾ ജ്ഞാനം വേണേ ഇവിടെ വരണം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഉടനെ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു, ആര് വെക്കാമോ എന്ന് പറഞ്ഞാണ് ഞാൻ പെട്ടെന്ന് മെസ്സേജ് അയച്ചു. ഞാൻ പലപ്പോഴും ആൾക്കാരൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴും നിങ്ങൾക്ക് വഴിമുട്ടുമ്പോഴൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും, ബൈബിൾ തുറന്ന് നോക്കേ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ തന്നെ ആ ബ്രദർ എന്നോട് പറഞ്ഞു, ബൈബിൾ എന്ന് പറയുന്നത് തന്നെ BIBLE ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലീവിങ് എർത്ത്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് അറിയേണ്ടുന്ന ഒരു സത്യമാണ്. എന്നാൽ ഞാനിവിടെ വന്നത്, ഞാൻ വന്ന സമയത്ത് ഇവിടെ ആദ്യം ബ്രദർ പറഞ്ഞു ആടിപ്പാടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ ഒരു വലിയ പിടുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് പോയില്ല തോന്നി ചാടാൻ. ഞാൻ പിന്നെ വന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ പിന്നെ ചാടി. അപ്പോൾ ആ വേദന സത്യം ഇന്നത് ഇല്ല, ഇന്നല്ല മാറിയത്, നല്ല പരിപൂർണമായിട്ട് വേദനയും മാറി. അപ്പോൾ ഇന്ന് കൂടുതൽ ചാടാനൊരു സൗകര്യം കിട്ടി. ഞാൻ ഒന്നുകൂടെ ചാടി നോക്കി, അത് വളരെ ഒരു അനുഗ്രഹമാണ്. പിന്നെ യേശു ഗെത്സമനിൽ രക്തം വിയർത്തു എന്ന് ബ്രദർ പറഞ്ഞു, അത് വലിയൊരു അറിവാണ്. കാരണം പാപികളുടെ പാവമെല്ലാം ഏറ്റെടുത്ത് അതിന് പ്രതീകമായിട്ട് രക്തം വിയർക്കുക, റിയൽ അപ്പോഴങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്, ആ പാപം ഏറ്റെടുത്തു എന്നുള്ള ആ ഇതാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിക്കാനിടയാക്കിയത്. എന്തായാലും സമയക്കുറവ് കൊണ്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിട്ട് സമയം കൂടിയിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ചെറുതാക്കി പറയണം. പെട്ടെന്ന് തീർക്കാട്ടോ. എനിക്കായി